സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് 2019 ജൂലൈ 30 മുമ്പും 2019 ജൂലൈ 30 ശേഷവുമുള്ള കേരള രാഷ്ട്രീയത്തെ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പെൻഷൻ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി എന്തുകൊണ്ട് മാറി? വാർദ്ധക്യ പെൻഷൻ ഞങ്ങളുടെ എന്തോ ഔദാര്യമാണ്, ഇത് ഞങ്ങൾ കൊടുക്കുന്ന ദാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വാർദ്ധക്യങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരുടെ കോട്ടങ്ങളിൽ അങ്കലാപ്പിന്റെ അലമാല സൃഷ്ടിച്ചുകൊണ്ടാണ് ജൂലൈ മാസം 30-ാം തീയതി കുറുപ്പന്തറയുടെ പെരുമാറി ഇങ്ങനെയൊരു സംഘടന ജന്മമെടുത്തത്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷമാണ് പെൻഷൻ ഞങ്ങളുടെ അവകാശമാണെന്ന് ആത്മാഭിമാനത്തോടുകൂടെ കേരളത്തിന്റെ വാർദ്ധക്യം പറഞ്ഞു തുടങ്ങിയത്. പെൻഷൻ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയത് 2019 ജൂലൈ 30 ശേഷമാണെന്ന് അഭിമാനത്തോടുകൂടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഈ ആശയത്തെ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് ഈ 3 ചെറുപ്പക്കാർ കൊണ്ടുവന്നു. അതിലെ ബഹുമാനപ്പെട്ട ബിജുവിൻ ജോസഫ് ഇവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷമാണ് സംഘടന പല സംഘടനകളായിട്ടൊക്കെ മാറ്റപ്പെട്ടത്. ജൂലൈ 30 ശേഷമാണ് ഈ പെൻഷൻ ഒരു അവകാശമാണ്. ഇത് ഒരുത്തന്റെ ഔദാര്യമല്ല, ഒരു രാഷ്ട്രീയക്കാരന്റെ ഔദാര്യമല്ല. ഞങ്ങൾ അടയ്ക്കുന്ന നികുതി പണത്തിന് 60 വയസ്സ് വരെ 50 ലക്ഷത്തോളം രൂപ നികുതി അടയ്ക്കുന്ന സാധാരണ പൗരനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏത് ഗവൺമെന്റ് ആയാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അവരുടെ ഉത്തരവാദിത്തമാണെന്ന് സാധാരണ പൗരന് ബോധ്യമായത്. പ്രിയപ്പെട്ടവരെ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇതൊരു നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഒരു മുന്നണി പറഞ്ഞു ഞങ്ങൾക്ക് 2500-ലെത്തിക്കും, മറ്റൊരു മുന്നണി പറഞ്ഞു ഞങ്ങളിത് 3000-ലെത്തിക്കും, മറ്റൊരു മുന്നണി പറഞ്ഞു ഞങ്ങൾ ഈ പെൻഷൻ 3500-ലെത്തിക്കും. പക്ഷേ വാർദ്ധക്യ പെൻഷൻ ഈ അവസാന നിമിഷത്തിലാണ് 2000-ലെങ്കിലും എത്തിയത്. ഈ പറഞ്ഞ കക്ഷികളെല്ലാം കേന്ദ്രത്തിലും കേരളത്തിലും ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് മാത്രമായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. എന്നാൽ ഞാൻ രാജ്യം ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവര്, ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയത് OEOP എന്ന സംഘടനയുടെ സാന്നിധ്യമാണ്. കുറുപ്പന്തറയിൽ നിന്നും ആരംഭിച്ച ഈ തേരോട്ടം സാംസ്കാരിക കേരളത്തിന്റെ പെരുമാറിലൂടെ ഈ ആശയത്തിന്റെ ആവേശം സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ദീപസ്തംഭമായി എറിഞ്ഞുകൊടുത്തുകൊണ്ട് ഈ സംഘടന മുന്നോട്ട് വന്ന വഴിയാണ്. 7 വർഷമായി നൂറുകണക്കിന് ഞാൻ തന്നെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇന്ന് 3ാമത്തെ ധർണയ്ക്കാണ് സംസാരിക്കുന്നത്. കേരളത്തിന്റെ ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പോയി ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് NM ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള OEOP മൂവ്മെന്റിന്റെ പ്രതിനിധി സംഘം 1 ലക്ഷം പേർ ഒപ്പിട്ട ഒരു നിവേദനം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് പെൻഷൻ കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നു എന്നൊരു വാർത്ത ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. ഈ ഒരു ചെറിയ മീൻ എത്തോലും ഒരു ചെറിയ മീനല്ലെന്ന് പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഈ സംഘടനയെ തല്ലിയത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ജനകീയ ജനാധിപത്യ മുന്നേറ്റത്തെ മറികടന്നുകൊണ്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. കാരണം ഇത് 2ാം സ്വാതന്ത്ര്യ സമരമാണ്. ഇതിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. 2ാം സ്വാതന്ത്ര്യ സമരമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുകയാണ്. ശ്രീ V. സാംബശിവൻ അദ്ദേഹത്തിന്റെ ഐഷ എന്ന് പറയുന്ന ഒരു കഥ അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരം ഒരു ഗാനം ചൊല്ലുന്നുണ്ട്. അമ്പിളിപ്പൊന്നിനെ മുട്ടുവാൻ മാനത്ത് പൊൻപണം തുടിയോടെ നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് തട്ടിയെറിയുന്ന ഒരു ചെമ്പൻ പുലരി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ തൊഴിലാളി വർഗ സംഘടനകളൊക്കെ ഇങ്ങനെ ഒരു ചെമ്പൻ പുലരി സ്വപ്നം കണ്ടിരുന്നു. കൊമ്പൻ തലപ്പാവുകാരെ മുതലാളിത്തത്തെ തട്ടിയെറിയുന്ന ഒരു ചെമ്പൻ പുലരി സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ഇവിടെ മുതലാളിത്തത്തെ സൃഷ്ടിക്കുവാനല്ലാതെ കൊമ്പൻ തലപ്പാവുകാർ ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ഈ പ്രസ്ഥാനം ഇവിടെയുടെ നിരാഹാര സത്യാഗ്രഹം ചിലപ്പോൾ ഇന്നിവിടെ അവസാനിക്കുമെങ്കിൽ ഞങ്ങൾ പറയുന്നു ഇവിടെ അവസാനിക്കുകയല്ല, ഞങ്ങൾ ഒരു വലിയ പോരാട്ടത്തിനിവിടെ ആരംഭം കുറിക്കുകയാണ്. ഇവിടെ നിരാഹാര സത്യാഗ്രഹം ഇന്നിവിടെ അവസാനിക്കുമെങ്കിൽ അനന്തപുരിയുടെ പെരുമാറിലേക്ക് ഒരു മഹാസഞ്ചയവുമായി ഞങ്ങൾ കടന്നു വരും. അന്ന് തടുത്തു നിർത്തുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അനന്തപുരിയിലെ മന്ത്രിക്കാറുകൾ തെരുവിലിറങ്ങി വിലസില്ല എന്ന് പറയാൻ ചങ്കൂറ്റമുള്ളൊരു സമൂഹവുമായി ഞങ്ങൾ ഇവിടെ കടന്നു വരും.
അന്ന് ഈ ആശയത്തെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് 60 വയസ്സ് പൂർത്തിയായവർക്ക് 10,000 ഞങ്ങൾ 7 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ്. അതെങ്കിലും നടപ്പിലാക്കണം. ഇല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നടപ്പിലാകേണ്ട ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടും. സാധാരണ ജനങ്ങൾ, സാധാരണക്കാരന്റെ അസാധാരണ മുന്നേറ്റത്തിന് ഇവിടെ കടമരുന്നും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ എല്ലാ പ്രിയപ്പെട്ടൊരു ധർമ്മ ഇവിടെ സംഘടിപ്പിച്ച തിരുവനന്തപുരം കോർഡിനേഷൻ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പെൻഷൻ മൂവ്മെന്റിന്റെ എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് അതോടൊപ്പം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ NM ഷരീഫ് സാർ, അദ്ദേഹത്തിന് ചില ശാരീരിക അസ്വാസ്ഥ്യം കൊണ്ടാണ് പങ്കെടുക്കാൻ അദ്ദേഹത്തിന്റെ പേരിലും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.